നിക്ക് വ്ളോഗിനെ കുറിച്ച് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും. പക്ഷേ നിക്ക് വ്ളോഗ് ഇനി ഒരു പക്ഷേ ആർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിക്ക് വ്ളോഗ് ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഏകദേശം 1.5 മില്യണോളം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബറാണ്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു യൂട്യൂബറല്ല. ഏകദേശം ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കണ്ടൻറ്റുകളാണ് നിക്ക് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ബെസ്റ്റ് പോലത്തെ കണ്ടൻറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്ക് വ്ളോഗ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഏത് തരം കണ്ടൻറ്റാണ് എന്ന് ചോദിച്ചാൽ, പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക. ഒരു പക്ഷേ ഒരു കണ്ടൻറ്റിൽ തന്നെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ബിസിനസ് പൊളിഞ്ഞവർക്ക് ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് സംരംഭം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളിലാണ് നിക്ക് വ്ളോഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കണ്ടൻറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം മറ്റൊന്നാണ്. നിക്ക് വ്ളോഗ് ഒരു മാസത്തിൽ 1-2 വീഡിയോസുകളാണ് ഇടുന്നത്. അത് ഏകദേശം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷേ യൂട്യൂബിൽ നിന്ന് പണം കിട്ടിയിട്ട് ഇത്തരം കണ്ടൻറ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ്. യൂട്യൂബിൽ ഞാനും കണ്ടൻറ്റ് ചെയ്യുന്നതാണ്. ഒരു മാസം ഒരു വീഡിയോക്ക് 1 ലക്ഷം വ്യൂസൊക്കെ കിട്ടുക, അല്ലെങ്കിൽ 10 ലക്ഷം വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ 2 വീഡിയോസ് അത് തരത്തിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നും എത്ര വരുമാനം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സാധാരണ കണ്ടൻറ്റ് ചെയ്യുന്നവർക്ക് തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ഒത്തുപോകില്ല എന്ന് തന്നെയാണ്. പക്ഷേ നിക്ക് വ്ളോഗ് ഏതായാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിക്ക് വ്ളോഗ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ചിലത് കോടികളായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ആളുകൾ അറിയാനും വേണ്ടിയിട്ട് വളരെ ആകാംക്ഷഭരിതരായിരിക്കും. അതിനെക്കുറിച്ച് നിക്ക് വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. കാര്യം ഞാൻ നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് വലുതാണ്. പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകളും ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു ബ്രോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ബ്രോക്കർ. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രോമോ കോഡ് NICK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. ഈ കാണുന്നത് ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല കിടില ഇന്റർഫേസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 130-ലധികം അസറ്റ്സും കറൻസീസും കാണാൻ പറ്റും. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതിൽ ഞാനൊരു അസറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് അപ്പോഴാ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, നിങ്ങൾ നോക്കി വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തു. പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ 24/7 സപ്പോർട്ടും ലഭ്യമാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തു. നേരെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ കൂപ്പൺ കോഡ് NICK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓരോ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം. ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി ഞാൻ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. വേണ്ടത്ര ഗവേഷണം നടത്താൻ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. എന്താണ് നമ്മൾ കണ്ടത്? ഇത്തരത്തിലുള്ള നിക്ക് വ്ളോഗ് ചെയ്യുന്ന വീഡിയോസുകൾ കണ്ടോ? ഇത്തരത്തിൽ ഒരു പരസ്യം നിക്ക് വ്ളോഗിൻ്റെ വീഡിയോസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ആ വീഡിയോസിൻ്റെ അവസാനത്തിൽ നിക്ക് വ്ളോഗ് പറയുന്നുണ്ട്, ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കളിക്കുക. നിക്ക് വ്ളോഗ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇന്ന് വരെ ഗാംബ്ലിങ് ചെയ്തിട്ട് ചൂത് കളിച്ചിട്ട് ആരും രക്ഷപ്പെട്ടവരായിട്ട് വളരെ അപൂർവം ആളുകളെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരം ഗാംബ്ലിംഗ് ആപ്പുകൾ സാധാരണ ചൂതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല ആരും അത് കളിച്ചിട്ട്. എത്ര പണം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതൊക്കെ വളരെ മോണിറ്ററിങ് ആണ്. എന്നിട്ട് നമ്മൾ അതിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് വരെ റിമ്മി സർക്കിള് ഇതുപോലത്തെ ഇത്തരം ഗാംബ്ലിംഗ് ഒന്നും കളിച്ചിട്ട് ആരും ജീവിതത്തിൽ രക്ഷപ്പെട്ടവരില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നിക്ക് വ്ളോഗ് ഇവിടെ ചെയ്യുന്നത് ഇതിൽ നിന്നും പണം കിട്ടിയിട്ട് ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോഴേ
ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴേ ഒരുപാട് ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് അവരുടെ വീടും കാറും എല്ലാം വിറ്റുപെറുക്കിയിട്ട് ഇത്തരം ഗാംബ്ലിങ് പെട്ടുപോയ നിരവധി ആളുകളുണ്ട്. അതൊന്നും നമ്മൾ അറിയാറില്ല. 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ആളുകൾ ഒരു മാസം ഇവൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇവനിലുള്ള വിശ്വാസത്തിൻ്റെ നിക്ക് വ്ളോഗിനുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കുന്നു. എത്രയോ ഇരട്ടി വരുമാനം നിക്ക് വ്ളോഗിന് അതിൽ നിന്നുണ്ടാവുന്നുണ്ട്. ആ ഒരു സത്യം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. പക്ഷേ നിക്ക് വ്ളോഗ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് വളരെ മോശമാണ്. സമൂഹത്തിൽ 1-2 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ അപകടത്തിൽ പെട്ടുപോവുകയാണ്. ഇനി ചോദ്യം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ ആളുകളുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം അൽത്താഫ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. ഇത്തരം ഗാംബ്ലിങ്ങിൽ പെട്ടുപോയ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വളരെ വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്നുണ്ടായിരുന്നു ഗാംബ്ലിങ് പെട്ടുപോയതിനെ കുറിച്ച്. അതൊന്ന് കേൾക്കാം. എന്റെ പൈസ എന്റെ ജീവിതം തന്നെ പോകേണ്ട അവസ്ഥയിലായി. എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു, എനിക്ക് കടം തീർക്കാൻ വേണ്ടിട്ട്. അത്രമാത്രം ഞാൻ കടത്തിലോട്ട് പോയി. അപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ വല്ല വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് കാണുമ്പോൾ അതിന്റെ താഴത്ത് പോയി ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം. നിക്കിന്റെ വീഡിയോ കണ്ട ഉടനെ മിനിഞ്ഞാന്നാണ് ഞാൻ കാണുന്നത്. അതിനടിയിൽ പോയി ഞാൻ മെസ്സേജ് ഇട്ടു, ഇങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ആരാണത് കൈകാര്യം ചെയ്യുന്നതല്ല, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും ഞാൻ ഒരു കമന്റ് ഇട്ടു, വീണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നല്ലേ? അവർക്കറിയാം ഇത്, അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം. അതിൽ നിക്ക് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനാണെന്ന് ഉള്ള രീതി പറയുന്ന എല്ലാവർക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ പുള്ളിക്ക് അറിയാം സംഭവം നമ്മളൊരു അഡിക്ഷൻ ആക്കും. സംഭവം നമ്മൾ കുറച്ച് പൈസ ആദ്യം നമുക്ക് തരും, തന്ന് ഓട്ടോമാറ്റിക് നമ്മൾ അഡിക്ഷൻ ആവും. മദ്യപാനം പോലെ തന്നെയാണ്. എനിക്കെല്ലാം എന്റെ വൈഫ് പുറത്തുള്ളത്, സാലറി അയക്കുന്ന സമയത്ത് എനിക്ക് കൈ വിറയ്ക്കും ഇത് ചെയ്യാതെ. ഈ ആപ്പിലോട്ട് പൈസ ഇട്ട് കൈ വിറയ്ക്കും. ഞാൻ പറഞ്ഞ നമുക്ക് വിശ്വസിക്കില്ല, ആ ഒരു അവസ്ഥയിലോട്ട് എത്തും. ഞാനിപ്പോ അതെല്ലാം നിർത്തി. പക്ഷെ ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള ചെറിയ പിള്ളേർന്നത് ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടി അവർ പലതും ചെയ്യേണ്ടി വരും. എത്ര രൂപ പോയിട്ടുണ്ട് ഇതുവരെ? എനിക്ക് ഞാനൊരു 20 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, വിറ്റു. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ബിനോം എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ 350 രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ 350, 1000 ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും, പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ 1000, അതിൽ 60,000 വരെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്തിലായിരുന്നു. അപ്പൊ ഞാൻ 25,000, 40,000 കിട്ടുന്നുണ്ട് ഒരു ട്രേഡ്. വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും. പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക്. പക്ഷെ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ നോക്കിയായിരുന്നു, പല പല രീതിയിൽ ട്രിക്ക് ഉണ്ട്. പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ടായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ അവർ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും ഇത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രേഡാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഈ വിഡ്രോവൽ നിങ്ങൾ പെൻഡിങ് വെച്ചെന്ന് പറയും. ആ പൈസ തരില്ല. അങ്ങനെ പല രീതിയിലുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഉടായ്പ പരിപാടിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കെല്ലാം ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ്. മിനിമം 1-2 ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും എനിക്കത് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന വീട് റെഡിയായി കൊടുക്കാനോ ചോർച്ച ഒലിപ്പിക്കുന്ന മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ്. പുള്ളി അതിന് പൈസ ഉണ്ടാക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 പേർക്ക് ഗുണം കിട്ടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് ഇതിലിടുന്നുണ്ടാവും ഒന്ന് ആലോചിച്ചു. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു പുള്ളിയൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ട് പോകും, പൈസ ഇട്ട് പോകും, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്തു പോകും. 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആയി പോകും. അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച പൈസ എല്ലാം, അവൾ എനിക്ക് അയച്ചു തരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പം കാറല്ല എല്ലാം വിറ്റു. ഞാൻ ഒരു സ്കൂട്ടർ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് മോശം അവസ്ഥയിലോട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും, ഇത് പെട്ടെന്ന് 20 പോകത്തില്ലല്ലോ, 1000, 10,000 കഴിഞ്ഞാൽ 20 എത്തുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരു ദിവസം ഇത് ട്രേഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സമയം ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിപ്പോ ഇന്നത്തെ ഞാൻ ട്രേഡ് ചെയ്തു ഒരു 5,000 രൂപ ഉണ്ട്. 5,000 രൂപ പോയി. 5,000 രൂപ പോയപ്പോ പിന്നെ ഞാൻ കുറച്ചു നേരം ടെൻഷൻ അടിച്ചിരിക്കും, എന്റെ ഈ 5,000 പോയല്ലോ, എങ്ങനെ തിരിച്ചു പിടിക്കണല്ലോ. അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒരു 10 രൂപ കടം വാങ്ങിക്കും. കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ഇട്ട് കളിക്കും. കളിച്ചപ്പോ 10 രൂപ കിട്ടുമ്പോൾ ചിലപ്പോ 15 രൂപയാവും, 18 രൂപയാവും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായി. അപ്പൊ പൈസ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ കളിച്ച് നോക്കുമ്പോ
മൊത്തം പോകും. അപ്പൊ അന്നത്തെ ദിവസം 15 രൂപയോ. അപ്പൊ ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. കള്ളു കുടിക്കുന്നവൻ പോലും ഒരു ലിമിറ്റ് കുടിച്ച് ഓഫായി കിടന്നു പോകുന്ന വെക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഞാനൊരു ദിവസം 1 ലക്ഷം രൂപ കളഞ്ഞ ദിവസങ്ങളുണ്ട്. അപ്പൊ അൽത്താഫ് വ്ളോഗുമായിട്ട് പങ്കുവെച്ച ഇത്തരം ഗാംബ്ലിങ്ങിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ അനുഭവമാണിത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരം ബെറ്റ് വെച്ചിട്ടുള്ള ഇത്തരം അവസ്ഥകളിൽ പെട്ടു പോവാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇതൊന്നും അറിയാറില്ല. പ്രത്യേകിച്ച് മലയാളിക്ക് എല്ലാവിധ ലിറ്ററസിയും ഉണ്ട്, എഡ്യൂക്കേഷനും ഉണ്ട്. പലപ്പോഴും മലയാളിക്ക് പണം എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള വിദ്യാഭ്യാസം വളരെ കുറവാണ് എന്നുള്ള തെളിയിക്കുന്ന സത്യങ്ങൾ കൂടെയാണിത്. പലപ്പോഴും നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഗാംബ്ലിംഗ് കമ്പനികൾ പോലും പല യൂട്യൂബേഴ്സിനെയും അപ്രോച്ച് ചെയ്യാറ്. ഈ ഒരു നമ്മളെ എത്രമാത്രം നമ്മളെ ഓഡിയൻസ് വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്ന ഓഡിയൻസിനെ പറ്റിക്കുന്ന ഏറ്റവും വലിയ നീചമായ പ്രവൃത്തിയാണ് ഇതെന്ന് പലപ്പോഴും ചില യൂട്യൂബേഴ്സ് ഒന്നും മനസ്സിലാക്കാറില്ല. ഇത്തരം കണ്ടൻറ്റുകൾ പല യൂട്യൂബേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ബെറ്റ് വെച്ചുകൊണ്ട് പണം ലഭിക്കുന്ന ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല പണം നൽകും. പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ നോക്കൂ, ഇതിൽ നിന്ന് പെട്ടുപോയിട്ട് അൽത്താഫ് വ്ളോഗിനോട് ഷെയർ ചെയ്യുന്ന ആ മനുഷ്യന് അതിൽ നിന്ന് കരകയറാനും ഒരുപാട് പ്രയാസപ്പെട്ടു. നിക്ക് വ്ളോഗ് ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇത്തരം അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് നമ്മൾ മറക്കരുത്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന യൂട്യൂബേഴ്സ് പ്രേക്ഷകരെ പലപ്പോഴും വിഡ്ഢികളാക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ അനവധി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇത് ഇന്ന് നമ്മൾ നിക്ക് വ്ളോഗിൽ ഇത് കണ്ടു, ഇതേപോലെ തന്നെ മറ്റു പല യൂട്യൂബേഴ്സിലും നമ്മൾ കാണുന്നു. പക്ഷേ ഇവിടെ നിക്ക് വ്ളോഗ് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതം വഴിയാധാരമാവുകയാണ് എന്നുള്ള തുറന്ന സത്യം നമ്മൾ അറിയണം. ഏതായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.